ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി തിരുവടികൾ എഴുതിയ ഭാഗവത രഹസ്യം ദശമസ്കന്ധം തുടർന്ന് വായിക്കുന്നു. ബ്രഹ്മസ്തുതി. ഭക്തിയോഗത്തിൻ്റെ മർമ്മങ്ങളെയും സഗുണഭക്തിയുടെ സ്വരൂപത്തെയും വ്യക്തമായി ഉപന്യസിക്കലാണ് ബ്രഹ്മസ്തുതിയുടെ ഉള്ളടക്കത്തിൻ്റെ സാമാന്യ രൂപം. ഗുണമയങ്ങളായ ശരീരാദി ഉപാധികളിൽ അഭിമാനത്തോടും ഗുണധർമ്മങ്ങളിൽ പ്രവൃത്തിയോടും കൂടിയവരാണ് സാധാരണ മനുഷ്യരൊക്കെ. ഗുണഭാവം വിടുമ്പോഴല്ലാതെ നിർഗുണ സ്വരൂപിയായ ഈശ്വരൻ്റെ ബോധവും അനുഭൂതിയും ഉണ്ടാവാനും വയ്യ. ഈ നിലയ്ക്ക് ഗുണധർമ്മങ്ങളിൽ കൂടെയും നാമരൂപങ്ങളിൽ കൂടെയും തന്നെ ഈശ്വരനെ ആരാധിച്ചും അറിഞ്ഞും അനുഭവിച്ചും വേണം ഗുണഭാവങ്ങൾ നീങ്ങാൻ. ആ സമ്പ്രദായത്തിനാണ് സഗുണാരാധനയെന്ന് പറയുന്നത്. ഭഗവാന്റെ ദിവ്യങ്ങളായ അവതാരങ്ങളിലും ലീലകളിലും പരമാർത്ഥമായ ഭക്തിയും വിശ്വാസവും വളർന്ന് ഗുണസ്വരൂപമായ പ്രപഞ്ചത്തെയും ശരീരാദി ഉപാധികളെയും മറന്ന് ജീവിക്കാറാവലാണ് അതിൻ്റെ അനുഭൂതി. പ്രസ്തുത തത്വത്തെ ബ്രഹ്മദേവൻ വളരെ ചമൽക്കാരമായി ഉപന്യസിക്കുന്നുണ്ട്. കുന്നിക്കുരുമാലകളെ കൊണ്ടും കാട്ടുപൂക്കളെ കൊണ്ടും അലങ്കരിച്ച് ഗോപീകുറിയോടും പീലി തിരുമുടിയോടും പീതാംബരത്തോടും ഓടക്കുഴലോടും കാലിക്കോലോടും കൂടിയ ഈ നീല തിരുമേനിയിൽ എല്ലാ ഉപനിഷത്തുകളും പരിലസിക്കുന്നു. ഉപനിഷത്തുക്കളെ താഴെ വെച്ച് ഈ വൃന്ദാവനത്തിലേക്കൊന്ന് നോക്കണേ. ഈ നീലമേഘം പെയ്യുന്ന കൃപാമൃതം ജ്ഞാനദാഹത്തെ തീർക്കും. ഗോകുലത്തിലെ പ്രാകൃതകളായ ഗോപികൾ അതിന് ഉദാഹരണമാണ്. അവരുടെ ഭാഗ്യമാണ് ഭാഗ്യം. മനുഷ്യരൊക്കെ നിർഭാഗ്യവാന്മാരാണ്. വാക്കിനും മനസ്സിനും പിടികിട്ടാത്ത പൂർണ്ണ ബ്രഹ്മം കണ്ണുകൊണ്ട് കാണാവുന്ന തോതിൽ മുമ്പിൽ വന്നിട്ടും കാണാതെ ഉപനിഷത്തുകളിലും വേദങ്ങളിലും അതിനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. നാരായണ ശബ്ദത്തിൻ്റെ അർത്ഥമന്വേഷിക്കുന്നു വേറെ ചിലർ. നാരായണ ശബ്ദത്തിൻ്റെ അർത്ഥമാണ് ഈ വൃന്ദാവനത്തിൽ ഓടിക്കളിച്ച് നടക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ല. എന്തു ചെയ്യാം? പഞ്ചഭൂതാത്മകമായ ശരീരത്തിൽ അഭിമാനമുള്ളിടത്തോളം കാലം പരമാർത്ഥം ഗ്രഹിക്കാൻ ആർക്കും വിഷമം തന്നെ. ഭഗവാൻ അനുഗ്രഹിക്കുന്നത് വരെ രാഗാദി വികാരങ്ങളും ഗൃഹകുടുംബാദികളും ഒക്കെ പ്രതിബന്ധങ്ങളാണ്. പക്ഷേ ഭഗവത് അനുഗ്രഹം വന്നുകഴിഞ്ഞതിൽ എല്ലാ പ്രതിബന്ധങ്ങളും അനുകൂലങ്ങളായി. ഈശ്വരാനുഗ്രഹത്തിൻ്റെ കുറവ് തന്നെ. 10 ഇന്ദ്രിയങ്ങളെ കൊണ്ടും വാരിക്കഴിക്കാവുന്ന തോതിൽ അമൃതം മുമ്പിൽ കിട്ടിയിട്ടും അതിനെ തിരിഞ്ഞു നോക്കാൻ തോന്നാതിരിക്കുന്നവരുടെ നിർഭാഗ്യത്തെ എങ്ങനെ വാഴ്ത്താം? എനിക്ക് വൃന്ദാവനത്തിൽ ഒരു പുല്ലായെങ്കിലും ജനിച്ചാൽ മതിയായിരുന്നു. ബ്രഹ്മപദവിയേക്കാൾ എത്രയോ വലുതാണ് അത്. ഏതായാലും എൻ്റെ മനസ്സിൽ നിന്ന് ഇനിയെങ്കിലും ഈ കൃഷ്ണസ്വരൂപം മറയാതിരിക്കണേ. എൻ്റെ 10 ഇന്ദ്രിയങ്ങളും എപ്പോഴും കൃഷ്ണനിൽ തന്നെ രമിച്ചുകൊണ്ടിരിക്കണേ. ആ നിലയ്ക്ക് അനുഗ്രഹിച്ച് എന്നെ പോവാൻ അനുവദിക്കണേ എന്നിങ്ങനെയാണ് ഏതാണ്ട് ബ്രഹ്മദേവൻ്റെ സ്തുതിയുടെ താല്പര്യം. സ്തുതി കേട്ട് സന്തുഷ്ടനായ ഭഗവാൻ വീണ്ടും വീണ് നമസ്കരിക്കുന്ന ബ്രഹ്മദേവനെ വാത്സല്യത്തോടെ അനുഗ്രഹിച്ച് പോവാൻ അനുവദിച്ചു. ബ്രഹ്മദേവൻ മേലോട്ടുയർന്നതോടെ അതുവരെ കാണാതിരുന്ന പശുക്കുട്ടികളും ഗോപക്കുട്ടികളുമൊക്കെ എവിടെ ഏതു രൂപത്തിൽ നിൽക്കുമ്പോഴാണോ കാണാതായത് അവിടെ അതേ രൂപത്തിൽ തന്നെ പ്രത്യക്ഷപ്പെട്ടു. പുഴയ്ക്കക്കരയിരുന്ന് ആഹാരം കഴിക്കുമ്പോൾ സമീപത്ത് നിർത്തിയിരുന്ന പശുക്കുട്ടികളെ കാണാതാകിയാൽ ഭഗവാൻ അവയെ അന്വേഷിക്കാൻ വേണ്ടിയാണല്ലോ കുട്ടികളുടെ മധ്യത്തിൽ നിന്ന് വേർപിരിഞ്ഞത്. വീണ്ടും എല്ലാവരും പ്രത്യക്ഷപ്പെട്ടപ്പോൾ കൃഷ്ണൻ പശുക്കുട്ടികളെയൊക്കെ തെളിച്ചുകൊണ്ട് വന്നതായിട്ടാണ് അവർക്ക് തോന്നിയത്. കൃഷ്ണൻ പോയിട്ട് ഒരു നിമിഷമേ ആയിട്ടുള്ളൂ എന്നും അവർ ബോധിച്ചു. മനസ്സ് മായയിൽ മയങ്ങിയാൽ എന്താണ് മറക്കാത്തത്? കാലവും ദേശവുമെല്ലാം മനസ്സിൻ്റെ സങ്കല്പ മാത്രങ്ങളാകയാൽ ഒരു കൊല്ലം ഒരു നിമിഷമായും ഒരു നിമിഷം ഒരു കൊല്ലമായുമൊക്കെ അനുഭവിച്ചാൽ അതിൽ അത്ഭുതമൊന്നുമില്ല. സങ്കല്പമാണല്ലോ ലോകത്തിലെ എല്ലാ അനുഭവങ്ങൾക്കും അടിസ്ഥാനം. സങ്കല്പങ്ങളാകട്ടെ മായാവിലാസങ്ങളുമാണ്. അപ്പോൾ മായാവശകനായ ഒരാൾക്ക് എന്തൊക്കെയാണ് സംഭവിച്ചു കൂടാത്തത്?
ഏതായാലും കുട്ടികൾ കൃഷ്ണനെയും പശുക്കുട്ടികളെയും കണ്ടപ്പോൾ ആഹ്ലാദഭരിതന്മാരായി വീണ്ടും കൃഷ്ണനെ മധ്യത്തിൽ നിർത്തി ഓരോ നേരം പോക്കുകൾ പറഞ്ഞുകൊണ്ട് എല്ലാവരും ആഹാരം കഴിച്ചു. ഒന്നും സംഭവിച്ചതായി അവർക്ക് തോന്നിയില്ല. ഭഗവാനാകട്ടെ അവരെ ഒന്നും അറിയിച്ചതുമില്ല. പക്ഷേ പെരുമ്പാമ്പിനെ കൊന്ന ഉടനെയാണ് ആഹാരം കഴിക്കാൻ ഇരുന്നതെന്നത് അവർക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ ആഹാരമൊക്കെ കഴിഞ്ഞ് പതിവ് പോലെ ഓടിയും കളിച്ചും വൈകുന്നേരം പതിവ് പോലെ പശുക്കുട്ടികളെ തെളിച്ചുകൊണ്ട് ഗോകുലത്തേക്ക് മടങ്ങുകയും ചെയ്തു. മടങ്ങിപ്പോരുമ്പോൾ ഭഗവാൻ അവരെയൊക്കെ വിളിച്ച് അഘാസുരൻ്റെ ശവശരീരം കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് ആശ്ചര്യപ്പെട്ടത്. 1 കൊല്ലം മുമ്പ് മരിച്ച അഘാസുരൻ്റെ ശരീരം വെയിലും മഴയും കാറ്റും തട്ടി ദ്രവിച്ച് ഒരു വലിയ തോൽസഞ്ചി പോലെ ആയിട്ടുണ്ട്. ഗോപകുട്ടികളുടെ ദൃഷ്ടിയിൽ അല്പസമയത്തിന് മുമ്പ് മരിച്ചതായിരുന്നുവല്ലോ അഘാസുരൻ. ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് ഈ പെരുമ്പാമ്പിൻ്റെ ശരീരത്തിന് ഇത്ര പഴക്കം തട്ടിയതെങ്ങനെ എന്ന് ആയി അവരുടെ ആലോചന. പല യുക്തികളും ആലോചിച്ചു നോക്കി. ഒന്നും ശരിയാവുന്നില്ല. അവസാനം ഭഗവാൻ പറഞ്ഞു കൊടുത്തു, 1 കൊല്ലം മുമ്പാണ് കൊന്നതെന്ന്. വിശ്വസിക്കുകയല്ലാതെ മറ്റെന്ത് ചെയ്യും? ആകപ്പാടെ അവർക്ക് വലിയ ആശ്ചര്യം തോന്നി. വൈകുന്നേരം ഗോകുലത്തിൽ ചെന്നപ്പോൾ എല്ലാവരും അവരവരുടെ ഗൃഹങ്ങളിൽ അന്നത്തെ സംഭവത്തെ ചമൽക്കാരത്തോടെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. എല്ലാവർക്കും അതിശയമായി. 1 കൊല്ലക്കാലം എങ്ങനെയാണ് അറിയാതെ നീങ്ങിപ്പോയതെന്ന് അവരെത്ര ആലോചിച്ചിട്ടും ആർക്കും ഒന്നും മനസ്സിലായില്ല. ചിലർ ഈ ആശ്ചര്യത്തിൽ മയങ്ങി അഘാസുരൻ്റെ ശരീരം കാണാൻ പോയി. കണ്ടപ്പോൾ കാര്യം ശരിയാണ് എന്ന് അവർക്കും ബോധ്യമായി. പക്ഷേ എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്നറിയാതെ അവർ കുഴങ്ങി. യുക്തി കൊണ്ട് അളക്കാവുന്നതല്ല ഈശ്വരൻ്റെ മഹിമ എന്ന് അവർ ഓർമ്മിച്ചിട്ടില്ല. ഏതായാലും കൃഷ്ണൻ്റെ ദിവ്യതയിൽ ദിവസം പ്രതി അവർക്ക് വിശ്വാസം കൂടിക്കൂടി വന്നു. വത്സസ്ഥേയമാകുന്ന ഈ ദിവ്യലീലയുടെ ഉപസംഹാരത്തിൽ അതിപ്രധാനമായൊരു തത്വം കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. കൃഷ്ണൻ എല്ലാവരുടെയും ആത്മാവാണ്. അല്ലെങ്കിൽ ആത്മസ്വരൂപത്തെയാണ് കൃഷ്ണനാക്കി ചിത്രീകരിക്കുകയും വർണ്ണിക്കുകയും ചെയ്തിരിക്കുന്നത്. ആത്മാവിന് വേണ്ടി മറ്റ് പലതിനെയും സ്നേഹിക്കുകയല്ലാതെ മറ്റൊന്നിനു വേണ്ടി ആത്മാവിനെ ആരും സ്നേഹിക്കാറില്ല. ആത്മസംതൃപ്തിയാണ് എല്ലാവർക്കും ആവശ്യമായിട്ടിരിക്കുന്നത്. അതിനാൽ ആത്മാവ് തന്നെ സ്നേഹിക്കത്തക്ക വസ്തുവായി തീരുമ്പോൾ മറ്റെല്ലാം മറന്ന് അതിൽ സ്നേഹമുണ്ടാവും. അതാണ് ഗോകുലവാസികൾക്ക് തങ്ങളുടെ കുട്ടികളുടെ സ്ഥാനത്ത് കൃഷ്ണനെ കൂടുതൽ സ്നേഹിക്കാൻ ഇടവന്നത്. മനുഷ്യന് വിവേകമുണ്ട്, പക്ഷേ വളരെ പരിമിതമാണ്. സാഹചര്യങ്ങളെ കൊണ്ട് ഉള്ളതിനെ വർദ്ധിപ്പിക്കുകയും നേർവഴിയിൽ കൂടി ഉപയോഗപ്പെടുത്തുകയും വേണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഉള്ള വിവേകം കൊണ്ട് സർവശക്തനും സർവാധാരനുമായ ഈശ്വരനെ പോലും ചോദ്യം ചെയ്യും. അത് ആപൽക്കരവുമാണ്. ഇതാണ് ബ്രഹ്മാവിൻ്റെ കഥയിൽ കൂടി വെളിവാക്കുന്ന തത്വം. തൻ്റെ കഴിവും ജ്ഞാനവുമൊക്കെ ഈശ്വരൻ തന്നതാണെന്ന് ബ്രഹ്മാവിന് നല്ല പോലെ അറിയാം. യാതൊന്നും അറിയാത്ത മൂഢനായിരുന്ന കഥ അദ്ദേഹത്തിന് ഓർമ്മയില്ലായികയില്ല. എങ്കിൽ ഇപ്പോൾ തൻ്റെ അറിവും കഴിവും വളർന്ന സ്ഥിതിക്ക് ഈശ്വരൻ തന്നോട് തുല്യനാണോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ സംശയം. അത് പരീക്ഷിക്കാനാണ് ഈശ്വരനെ വെല്ലുവിളിച്ചത്. മനുഷ്യനും അത് തന്നെയാണ് ചെയ്യുന്നത്. ഒന്നും അറിയാത്ത മൂഢരായി ജനിക്കുന്നു. കാലം കൊണ്ട് ചില അറിവും കഴിവുമൊക്കെ കിട്ടുമ്പോൾ അതെങ്ങനെ ഉണ്ടായെന്ന് പോലും ഓർക്കാതെ ഈശ്വരനെ വെല്ലുവിളിക്കാനും തള്ളിക്കളയാൻ പോലും മടിക്കുന്നില്ല. അവസാനമില്ലാത്ത ഈശ്വര മഹിമയുടെ ഒരു കണികയെങ്കിലും അറിയാൻ ഇടവരുമ്പോൾ പാകപ്പെടുകയും ചെയ്യും. ബ്രഹ്മാവിന് 1 കൊല്ലം വേണ്ടിവന്നു ഈശ്വര മഹിമ അറിയാനും പാകപ്പെടാനും. എന്നാൽ മനുഷ്യൻ എത്ര കൊല്ലം വേണമെന്നാരു കണ്ടു? വൃന്ദാവന ലീലയും ധേനുക വധവും. വത്സസ്ഥേയത്തിനു ശേഷം അത്യന്താകർഷകമായ വൃന്ദാവന ലീലയുടെ വർണ്ണനമാണ്. കൃഷ്ണസമ്പർക്കം കൊണ്ട് ആനന്ദമത്തന്മാരായ ഗോപക്കുട്ടികൾ ബ്രഹ്മാനന്ദം കൊണ്ട് ഉന്മത്തന്മാരായ സിദ്ധന്മാരെ പോലെയാണ് കാട്ടിൽ കൃഷ്ണൻ്റെ 4 പുറവും കിടന്ന് കളിച്ചത്. പക്ഷികളും മൃഗങ്ങളും എന്ന് വേണ്ട വൃക്ഷലതാദികൾ പോലും ആകർഷിക്കപ്പെട്ട് അവരുടെ ദിവ്യ ലീലയിൽ പങ്കുകൊണ്ടു എന്ന് പറയണം. പീലി കണ്ണുകളെ കൊണ്ടും കാട്ടുപൂക്കൾ തൊടുത്തുകെട്ടിയ മാല കൊണ്ട് അലങ്കരിച്ച തിരുമുടിക്കെട്ടും ഗോപിക്കുറിയും വനമാലയും പീതാംബരവും പൊന്നരഞ്ഞാണവും ശബ്ദിക്കുന്ന കാൽ ചിലമ്പുകളുമണിഞ്ഞ നീലമേഘശ്യാമളമായ കൃഷ്ണസ്വരൂപം വൃന്ദാവനത്തിൽ ഒരു അമൃത സമൃദ്ധമായി വിളങ്ങി. അവിടെയുള്ള സകല ജീവികളും അതിൻ്റെ മാധുരി ആവോളം നുകർന്നു. അല്ല, അവരൊക്കെ
അമൃത സമുദ്രത്തിൽ അലിഞ്ഞു ചേർന്നു എന്ന് തന്നെ പറയണം. മയിലുകൾ കൂട്ടം കൂട്ടമായി അവരുടെ മുന്നിൽ വന്ന് നൃത്തം ചെയ്യാനും പീലി വിരിച്ച് നർത്തകികളെപ്പോലെ ആടാനും കുയിലുകൾ പാടാനും വണ്ടുകൾ ശ്രുതി പിടിക്കാനും ഒക്കെ ഇടയായി. മൃഗങ്ങൾക്ക് പുല്ലുമേയാനല്ല, കൃഷ്ണനെയും കൂട്ടുകാരെയും അനുഗമിക്കാനായിരുന്നു ശ്രദ്ധ. പക്ഷികളും ഇരതെണ്ടലുമൊക്കെ നിർത്തി ആ ബാലസംഘത്തിൻ്റെ 4 ഭാഗവും പറന്ന് കളിക്കാൻ മുതിർന്നു. ഗോപകുട്ടികൾക്കാണെങ്കിൽ കൃഷ്ണനെ എങ്ങനെയൊക്കെ ശുശ്രൂഷിക്കണമെന്നാണ് ആലോചന. പാട്ടുപാടിയും ചാടിക്കളിച്ചും പക്ഷി മൃഗാദികളെപ്പോലെ ശബ്ദിച്ചും ചിലർ കൃഷ്ണനെ രസിപ്പിക്കുമ്പോൾ മറ്റു ചിലർ വൃക്ഷങ്ങളുടെ കൊമ്പ് പൊട്ടിച്ച് കൃഷ്ണന് കൂട പിടിക്കും. വേറെ ചിലർ തളിര് പൊട്ടിച്ച് ഭഗവാന് വീശിക്കൊടുക്കും. ഇലകളും പുഷ്പങ്ങളും കൊണ്ടുവന്ന് കൃഷ്ണൻ ഇരിക്കാനും കിടക്കാനുമുള്ള മെത്ത തയ്യാറാക്കും. പിന്നെ ചിലർ ഭഗവാന്റെ തൃക്കാലുകൾ ഉഴിഞ്ഞു കൊടുക്കും, ചിലർ ഭഗവാനെ കെട്ടിപ്പിടിക്കും എന്ന് വേണ്ട, എന്തൊക്കെയാണ് അവരുടെ ലീലാവിശേഷങ്ങളെന്ന് പറയാൻ വയ്യ. അങ്ങനെ കൃഷ്ണ പ്രേമമാകുന്ന മഹാസമുദ്രത്തിൽ മുങ്ങി ആറാടി മറ്റൊന്നും അറിയാതെ ദിവസങ്ങൾ കഴിയുന്നതും കൂടി അറിയാത്ത സുഹൃതികളായ ആ ഗോപക്കുട്ടികൾ രമിച്ചു വന്നു. ദേവന്മാരും ഋഷികളും അവരെ അസൂയയോടെ നോക്കി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം മധ്യാഹ്നത്തിൽ ഭഗവാന് ഏറ്റവും ഇഷ്ടന്മാരായ ശ്രീദാമാവ്, സ്തോകകൃഷ്ണൻ തുടങ്ങിയ ഗോപക്കുട്ടികൾ താലവനത്തെയും ധേനുകനെയും പറ്റി ഭഗവാനോടും ബലരാമനോടും ഇങ്ങനെ പറഞ്ഞു. ഇവിടെ നിന്ന് അധികം ദൂരത്തല്ലാത്ത താലവൃക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു മൈതാനമുണ്ട്. താലപ്പഴം വളരെ ഹൃദ്യമാണ്, ധാരാളം പഴങ്ങളുമുണ്ട്. കാറ്റിൽ കൂടെ പഴത്തിൻ്റെ വാസന അടിക്കുമ്പോൾ ഞങ്ങളുടെ വായിൽ വെള്ളമൂറുന്നു. പക്ഷേ പറഞ്ഞിട്ടെന്താണ് കാര്യം? ധേനുകനെന്ന ഒരസുരൻ അത് മുഴുവൻ അടക്കി വെച്ചിരിക്കുകയാണ്. ഒരാൾക്കും ഒരു പഴം പോലും കിട്ടാൻ നിവൃത്തിയില്ല. ഹേ കൃഷ്ണ, രാമ, നിങ്ങൾ കയ്യൂക്കുള്ളവരും ശത്രുസംഹാരത്തിന് മിടുക്കന്മാരുമാണല്ലോ. അതിനാൽ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും കുറച്ച് താലഫലങ്ങൾ തിന്നാറാക്കി തരണം. വേണ്ടി വന്നാൽ ധേനുകനെ കൊന്നിട്ടും നമുക്ക് താലഫലങ്ങൾ പറിക്കണം. സുഹൃത്തുക്കളുടെ ഈ അപേക്ഷ കേൾക്കേണ്ട താമസം രാമകൃഷ്ണന്മാർ അവരെയും കൂട്ടി താലവനത്തിലേക്ക് പുറപ്പെട്ടു. ബലരാമൻ തൻ്റെ ബലമേറിയ കൈകളെ കൊണ്ട് വൃക്ഷങ്ങൾ പിടിച്ചു കുലുക്കി. പഴങ്ങളൊക്കെ വീഴാൻ തുടങ്ങി. ശബ്ദം കേട്ട് ധേനുകനും അയാളുടെ അനുയായികളും പാഞ്ഞെടുത്തു. അവരെയൊക്കെ ഭഗവാൻ തല്ലിക്കൊന്നു. കുട്ടികൾ ധാരാളം താലഫലങ്ങളോടുകൂടിയാണ് അന്ന് ഗോകുലത്തിലേക്ക് മടങ്ങിയത്.